എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. 4 സിനിമകളുടെ ബോക്സ് ഓഫീസ് കളക്ഷനും 2 സിനിമകളുടെ OTT അപ്ഡേറ്റുകളുമാണ് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ആദ്യത്തെ സിനിമ 4 തിയേറ്ററുകളിലേക്ക് റിലീസ് എത്താൻ പോകുന്ന തമിഴിലെ ഏറ്റവും പുതിയ പാൻ ഇന്ത്യൻ ബിഗ് ബഡ്ജറ്റ് സിനിമയാണല്ലോ അജിത് നായകനായെത്തിയ വീടാമുയർച്ചി. മകി തിരുമേനയുടെ സംവിധാനത്തിൽ അജിത്തിനെ നായകനാക്കി 4 തിയേറ്ററുകളിലേക്ക് റിലീസ് എത്താൻ പോകുന്ന തമിഴിലെ ഏറ്റവും പുതിയ പാൻ ഇന്ത്യൻ ബിഗ് ബഡ്ജറ്റ് സിനിമയാണല്ലോ വീടാമുയർച്ചി. ഇതിനോടകം തന്നെ വമ്പൻ ഹൈപ്പരം തന്നെ നേടിയെടുത്ത സിനിമയുടെ ഏറ്റവും പുതിയ വേൾഡ് വൈഡ് കേരള തമിഴ്നാട് പ്രീസെയിൽ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തുവന്നിരിക്കുകയാണ്. അതുപ്രകാരം ചിത്രം കേരളത്തിൽ ചിത്രത്തിന്റെ പ്രീസെയിൽ കളക്ഷൻ 40 ലക്ഷത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. കർണാടകം ബോക്സ് ഓഫീസിൽ 2 കോടിയിലേക്ക് ചിത്രത്തിന്റെ പ്രീസെയിൽ കളക്ഷൻ എത്തപ്പെട്ടിരിക്കുകയാണ്. തമിഴ്നാട് ബോക്സ് ഓഫീസിൽ 12 കോടിയും കടന്ന ചിത്രത്തിന്റെ വേൾഡ് വൈഡ് പ്രീസെയിൽ കളക്ഷൻ ഏകദേശം 20 കോടിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ചിത്രത്തിന്റെ ഫൈനൽ വേൾഡ് വൈഡ് പ്രീസെയിൽ കളക്ഷൻ ഏകദേശം 25 കോടിയിലേക്ക് എത്തപ്പെടും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ കാത്തിരിക്കൂ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ അറിയാനായി. അടുത്ത സിനിമ കഴിഞ്ഞ വെള്ളിയാഴ്ച തിയേറ്ററുകളിലേക്ക് റിലീസ് നടത്തിയ വിനീത് ശ്രീനിവാസന്റെ ഏറ്റവും പുതിയ മലയാള സിനിമയാണല്ലോ ഒരു ജാതി ജാതകം. M. മോഹനന്റെ സംവിധാനത്തിൽ വിനീത് ശ്രീനിവാസനെ നായകനാക്കി തിയേറ്ററുകളിലേക്ക് റിലീസ് നടത്തി പോസിറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങൾ നേടിയ സിനിമ നിലവിൽ 5 ദിവസങ്ങൾ കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും പിന്നിട്ടിരിക്കുകയാണ്. 5-ാം ദിവസമായി ഇന്നലെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 50 ലക്ഷം രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. ഇതോടെ ആദ്യ 4 ദിവസം കൊണ്ട് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 4 കോടിയിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. ചിത്രത്തിന്റെ ആദ്യ 4 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ ഏകദേശം 4.5 കോടി 5 കോടി റേഞ്ചിലേക്ക് ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ എത്തപ്പെട്ടു എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാത്തിരിക്കൂ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ അറിയാനായി. അടുത്ത സിനിമ കഴിഞ്ഞ വ്യാഴാഴ്ച തിയേറ്ററുകളിലേക്ക് റിലീസ് നടത്തിയ ബേസിൽ ജോസഫിന്റെ ഏറ്റവും പുതിയ മലയാള സിനിമയാണല്ലോ പൊന്മാൻ. നിലവിൽ 6 ദിവസങ്ങൾ കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും പിന്നിടുന്ന പൊന്മാൻ എന്ന സിനിമയുടെ 6-ാം ദിവസമായി ഇന്നലെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 50 ലക്ഷം രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. അങ്ങനെ ആദ്യ 6 ദിവസം കൊണ്ട് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 5 കോടിയിലേക്ക് എത്തിയിരിക്കുകയാണ്. അതേസമയം ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ ആദ്യ 6 ദിവസം കൊണ്ട് ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 8 കോടി 9 കോടി റേഞ്ചിൽ ബോക്സ് ഓഫീസിൽ നേടി എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാത്തിരിക്കൂ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ അറിയാനായി. അടുത്ത സിനിമ ഈ വർഷം തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്ത നമ്മുടെ മെഗാസ്റ്റാറിന്റെ ഏറ്റവും പുതിയ മലയാള സിനിമയാണല്ലോ ഡൊമിനിക് ആൻഡ് ദി ലേഡി സ്പേസ്. GVMന്റെ സംവിധാനത്തിൽ മമ്മൂക്കയെ നായകനാക്കി തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്ത പോസിറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങൾ നേടിയ സിനിമ നിലവിൽ 13 ദിവസങ്ങൾ കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും പിന്നിടുന്ന ഡൊമിനിക്കിന്റെ ആദ്യ 12 ദിവസത്തെ ഒഫീഷ്യലായിട്ടുള്ള കേരള വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ പുറത്തു വരുമ്പോൾ ആദ്യ 12 ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 9 കോടി 15 ലക്ഷം രൂപയും റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ 1 കോടി 85 ലക്ഷവും ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമ ഓവർസീസിൽ നിന്നും മാത്രം 8 കോടി 50 ലക്ഷം രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. അങ്ങനെ ആദ്യ 12 ദിവസം കൊണ്ട് ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 19 കോടി 50 ലക്ഷത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി 13-ാം ദിവസമായി ഇന്നലത്തെ കേരള ബോക്സ് ഓഫീസ് അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ 13-ാം ദിവസമായി ഇന്നലെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം 15 ലക്ഷം രൂപയാണ് ഗ്രോസ് നേടിയിരിക്കുന്നത്. അങ്ങനെ 13 ദിവസം കൊണ്ട് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം 9 കോടി 30 ലക്ഷത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അതേസമയം ചിത്രത്തിന്റെ 13 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ 13 ദിവസം കൊണ്ട് ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 19 കോടി 70 ലക്ഷത്തിലേക്കും എത്തിയിരിക്കുകയാണ്. അടുത്ത സിനിമ പൊങ്കൽ പ്രമാണിച്ച് തിയേറ്ററുകളിലേക്ക് റിലീസ് നടത്തിയ ശങ്കർ സംവിധാനം ചെയ്ത് രാംചരൺ നായകനെത്തിയ ഏറ്റവും പുതിയ തെലുങ്കിലെ പാൻ ഇന്ത്യൻ ബിഗ് ബഡ്ജറ്റ് സിനിമയാണല്ലോ ഗെയിം ചേഞ്ചർ. ഒരു പാൻ ഇന്ത്യൻ സിനിമയെ തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്ത് ഈ വർഷത്തെ ആദ്യത്തെ ഡിസാസ്റ്ററായി മാറിയ സിനിമ കൂടിയാണ് ഗെയിം ചേഞ്ചർ. ഇപ്പോൾ ഇതാ ചിത്രത്തിന്റെ OTT അപ്ഡേറ്റുകൾ പുറത്തുവന്നിരിക്കുകയാണ്. അതുപ്രകാരം ചിത്രത്തിന്റെ OTT അവകാശങ്ങൾ സ്വന്തമാക്കിയിരിക്കുന്നത് ആമസോൺ പ്രൈം ആണ്. ചിത്രം ഈ വരുന്ന ഫെബ്രുവരി മാസം 7-ാം തീയതി ആമസോൺ പ്രൈം എന്ന OTT പ്ലാറ്റ്ഫോമിലൂടെ തമിഴ്, തെലുങ്ക്, കന്നഡ എന്നീ ഭാഷകളിലായിരിക്കും ചിത്രം OTTയിൽ ചെയ്യാൻ പോകുന്നത്. അടുത്ത സിനിമ കഴിഞ്ഞ വർഷം തിയേറ്ററുകളിലേക്ക് റിലീസ് നടത്തിയ രഘുനാഥ് പല്ലർ സംവിധാനം ചെയ്ത സിനിമ കൂടിയാണല്ലോ ഒരു കട്ടിൽ ഒരു മുറി. ചിത്രത്തിന്റെയും ഏറ്റവും പുതിയ OTT അപ്ഡേറ്റുകൾ ഇപ്പോൾ ഇതാ പുറത്തു വന്നിരിക്കുകയാണ്. അതുപ്രകാരം ചിത്രത്തിന്റെ OTT അവകാശങ്ങൾ സ്വന്തമാക്കിയിരിക്കുന്നത് മനോരമ മാക്സ് ആണ്. മനോരമ മാക്സിൽ ചിത്രത്തിന്റെ കമ്മിങ് സൂൺ പോസ്റ്ററിൽ തന്നെ വന്നിരിക്കുകയാണ്. ചിത്രം ഈ മാസം തന്നെ മനോരമ മാക്സ് എന്ന OTT പ്ലാറ്റ്ഫോമിലൂടെ ചിത്രം OTT റിലീസ് ചെയ്യുന്നതാണ്. അപ്പോൾ കാത്തിരിക്കൂ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ അറിയാനായി. അതോടൊപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം കൂടി ഒന്ന് പരിഗണിക്കേണ്ടതാണ്. പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.